എപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സെയിം ബോട്ടിൽ നിന്ന് തന്നെ അവർ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, KL39 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ നമ്മൾ എൻ്റെ പഴയ കൂട്ടുകാരുടെ കൂടെ ഞങ്ങൾ ജസ്റ്റ് ഒരു ബാച്ചിലേഴ്സ് മാത്രം ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് വന്നതാണ്. അപ്പോൾ ആലപ്പുഴ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലവും അടിപൊളിയാണ്. ഇപ്പോൾ ഇതാ എൻ്റെ ബാക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റും. എന്താ ഒരുപാട് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആലപ്പുഴയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ കിട്ടുന്നത് ഇതുപോലെ ഹൗസ് ബോട്ടിൻ്റെയും അതുപോലെ തന്നെ കായലിൻ്റെയും നല്ല ഗ്രാമീണ സൗന്ദര്യം എല്ലാം ഉൾക്കൊള്ളുന്നൊരു ഭാഗമാണ് നമ്മുടെ ആലപ്പുഴ. കെനോയിനാണ് ഇത്. ശരിക്കും നമ്മുടെ ഒരാൾക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല, ജസ്റ്റ് മുട്ടുകുത്തി നിൽക്കാവുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. കോമ്പറ്റീഷന് വേണ്ടി ഇത് കോമ്പറ്റീഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ്. നല്ല സ്പീഡിനായിട്ടാണ് പോകുന്നത്. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മൾ താമസിച്ച വീട്. വന്നിട്ട് അത്യാവശ്യം ഒരു 3-4 ഫാമിലിക്കൊക്കെ നന്നായിട്ട് താമസിക്കാൻ പറ്റുള്ള സ്പേസുള്ളൊരു റൂമും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് താമസിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മോൾ ഭാഗത്താണ് നമ്മുടെ റൂമുകളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടുത്തെ ഒരു വ്യൂ കണ്ടിട്ട് വരാം. ഇത് വന്നിട്ട് നമ്മുടെ ബാൽക്കണി വ്യൂ ആണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അത്യാവശ്യം വലിയ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നിർത്തിയിട്ടേക്കുന്നത് കാണാം. അതുപോലെ തന്നെ റൂമുകളാണെങ്കിലും അത്യാവശ്യം വലിയ റൂമുകളാണ്. ജസ്റ്റ് റൂമിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബാത്റൂമിലാണെങ്കിൽ നമുക്ക് ഹീറ്ററിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ റൂമുകളും നല്ല വലിയ റൂമുകളാണ്. ഫാൻ, AC, അങ്ങനെ എല്ലാ TV, അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് നമുക്കിവിടെ. ഫാമിലിക്കൊക്കെ ആണെങ്കിലും നല്ല പറ്റിയ റൂമുകളാണ്. അത്യാവശ്യം നമ്മൾ 2 റൂമുകൾ എടുത്തായിരുന്നു. ശേഷം നമ്മളൊരു 10-11 മണിയായപ്പോൾ ജസ്റ്റ് ഒരു ബോട്ടിങ്ങിനൊക്കെ പോകുന്ന വെച്ച് ഇറങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയായിരുന്നു. അപ്പം നമ്മൾ ഈ കാണുന്ന ബോട്ടിലാണ് പോകുന്നത്. അവർ നിശ്ചയിക്കുന്ന മണിക്കൂറിന് അവർ നിശ്ചയിക്കുന്ന ചെറിയൊരു തുകയാണ് ബോട്ടിനുള്ളൂ. തുക ഞാൻ പറയുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. അത് നമ്മുടെ സീസൺ ബേസ് ചെയ്തിട്ട് എമൗണ്ടൊക്കെ മാറും. അത്യാവശ്യം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നന്നായിട്ട് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളെടുത്തേക്കുന്ന ചെറിയൊരു ബോട്ടാണ്. കാരണം നമ്മളൊരു 5-6 പേരായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബോട്ടാണ് എടുത്തത്. ഇപ്പോൾ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഒരു 10-20 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബോട്ടുകളുണ്ട്. ഇനി അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ യൂസിന് അനുസരിച്ചിട്ടുള്ള ബോട്ടുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ചൂസ് ചെയ്യുക. നമ്മളിപ്പോൾ നേരെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. നിങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് മാക്സിമം ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ ശ്രമിക്കുക. ആലപ്പുഴ വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു കാലാവസ്ഥയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ സാധനങ്ങളൊന്നും നോക്കണ്ട. ഇവിടെ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ജൂൺ ജൂലൈ സമയങ്ങളിലാണ് ടൂറിസ്റ്റുകൾ ഇച്ചിരി കുറവെന്ന് പറഞ്ഞത്. ബാക്കി സമയങ്ങളിലെല്ലാം അത്യാവശ്യം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കായലുകളും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഒരു അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ. ഒരു കുട്ടനാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ സ്പീഡ് ബോട്ടുകൾ നമ്മുടെ അടുത്തേക്ക് വരും.
അവർ പറയുന്ന എമൗണ്ട് നമുക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സെയിം ബോട്ടിൽ നിന്ന് തന്നെ അവർ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകുന്നതായിരിക്കും. ഏകദേശം 10 അല്ലെങ്കിൽ 15 മിനിറ്റൊക്കെയാണ് അതിൻ്റെ ടൈം വരുന്നത്. ഏകദേശം 6-7 മെമ്പേഴ്സിന് കയറാവുന്ന സ്പീഡ് ബോട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് വലിയ ബോട്ടുകളുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് പ്രൈസിൽ ചെറിയ വ്യത്യാസം വരും. നമ്മളെന്തായാലും നമ്മുടെ ഫ്രണ്ട് മുഖേന ജൂബിൻ എന്ന് പറയുന്ന ഒരാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആൾ നമ്മൾ പോകുന്ന ഈ സെയിം റൂട്ടിൽ തന്നെയാണ്. ആൾ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ജൂബിന് വേണ്ടി കട്ട വെയിറ്റിങ്ങുമാണ്. അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടരാം. അപ്പോൾ ഫ്രണ്ട്സ്, ജൂബിൻ വന്നിട്ടുണ്ട്. ജൂബിനോട് ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റൺസ് കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജൂബിൻ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ജൂബിൻ ഇപ്പോൾ വരും. അപ്പോൾ ഫ്രണ്ട്സ്, ജൂബിനൊരു പുലിയാണെന്ന് മനസ്സിലായി. എന്തായാലും ജൂബിൻ്റെ സ്റ്റൺസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആളൊരു പുലിയാണെന്ന്. അപ്പോൾ ജൂബിൻ്റെ കോൺടാക്ട് നമ്പർ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ ആലപ്പുഴ വരുവാണെന്നുണ്ടെങ്കിൽ ജൂബിനായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. എന്തായാലും ഫ്രണ്ട്സ്, സ്പീഡ് ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ ബോട്ടിൽ കയറി നമ്മൾ യാത്ര തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹൗസ് ബോട്ടാണെങ്കിലും ഇപ്പോൾ നമ്മൾ പോകുന്ന ബോട്ടാണെങ്കിലും മിനിമം നമുക്ക് ഒരു മിനിമം വേഗതയിലാണ് പോവുകയുള്ളൂ. പക്ഷേ നമ്മൾ ഇതുപോലെ സ്പീഡ് ബോട്ടൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് സ്പീഡ് ബോട്ട് ഈ പ്രാവശ്യം ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഫാമിലി ആയിട്ട് വരുമ്പോൾ ഇതുപോലുള്ള ചെറിയ ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് മാക്സിമം ട്രിപ്പ് എൻജോയ് ചെയ്യുക. നിങ്ങളും ഫാമിലി ആയിട്ട് വരിക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളും
പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.